തിരൂർ റെയിൽവേ സ്റ്റേഷനോട് ചേർന്നിട്ടുള്ള നഗരസഭയുടെ ടേക്ക് എ ബ്രേക്ക് ആണിത്. 2021-22 ബഹുമാനപ്പെട്ട MP E.T. മുഹമ്മദ് ബഷീർ സാഹിബ് ആണ് ഈ ടേക്ക് എ ബ്രേക്ക് വിശ്രമ കേന്ദ്രം ജനങ്ങൾക്കായി സമർപ്പിച്ചത്. റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന സ്ഥലം എന്ന നിലയിൽ നാട്ടുകാർക്കും ദീർഘദൂര യാത്രക്കാർക്കും ഏറെ ഉപകാരപ്രദമാണ് അതിമനോഹരമായിട്ടുള്ള ഈ ടേക്ക് എ ബ്രേക്ക് വിശ്രമ മന്ദിരം. ഈ ടേക്ക് എ ബ്രേക്ക് വിശ്രമ മന്ദിരം ജനങ്ങൾ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് തുറന്നു തരുന്നതിനെ കുറിച്ച്. പക്ഷെ ഇന്നും അത് യഥാർത്ഥ രൂപത്തിൽ തുറന്നു പ്രവർത്തിക്കുന്നില്ല. അതോടൊപ്പം റെയിൽവേ സ്റ്റേഷനോട് ചേർന്നിട്ടുള്ള പള്ളിയിലേക്കുള്ള ഒരു വഴിയും കൂടിയാണിത്. ഈ വഴി ഇന്ന് ചളി പിടിച്ച് ആളുകൾക്ക് നടന്നു പോകാൻ പറ്റാത്ത രൂപത്തിൽ വളരെ മോശപ്പെട്ട രൂപത്തിലാണ്. ഈ ടേക്ക് എ ബ്രേക്കിൽ ബാത്റൂമും അതോടൊപ്പം തന്നെ വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളും എല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് ഉപകാരപ്രദമാവണമെങ്കിൽ നമ്മൾ എല്ലാവരും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. നമുക്കറിയാം, അതിനോട് ചേർന്നിട്ട് തന്നെ കുറച്ച് ബങ്കുകളുണ്ട്. ഈ ബങ്കുകൾ ഇന്ന് തുറന്നു പ്രവർത്തിക്കുന്നില്ല. ഇവരുടെ തൊട്ടു മുന്നിൽ റെയിൽവേയുടെ വലിയ ഒരു മതിൽ വന്നത് കാരണം ഈ ഭാഗം തികച്ചും അനാഥമാണ്. രാത്രി കാലങ്ങളിൽ സാമൂഹിക വിരുദ്ധരും യാചക സംഘങ്ങളും ഇവിടെയുണ്ട്. ഈ ടേക്ക് എ ബ്രേക്കിനോട് ചേർന്നിട്ടുള്ളതാണ് നമ്മുടെ ഫ്രീഡം സ്ക്വയർ. ഇത് നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളുണ്ട്. പക്ഷെ യഥാർത്ഥ രൂപത്തിൽ അത് സംരക്ഷിക്കാത്തത് കൊണ്ട് അവിടെ വസ്ത്രങ്ങൾ അലക്കി തോര ഇടുകയും വാഹനങ്ങൾ ചുറ്റുഭാഗവും പാർക്ക് ചെയ്ത അവസ്ഥയുമാണ് കാണുന്നത്. നമ്മൾ ഉണ്ടാക്കുന്ന ഓരോ നിർമ്മിതികളും അത് നിർമ്മിക്കുന്നതിലപ്പുറം നിർമ്മിച്ചതിന് ശേഷം അതിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് നമ്മൾ യഥാർത്ഥ രൂപത്തിൽ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അവിടെ പല രൂപത്തിലുള്ള മോശപ്പെട്ട പ്രവർത്തനങ്ങളും അത് നശിച്ചു പോകാനും ഇടവരും. തീർച്ചയായും നമ്മളുടെ MLA-യും മന്ത്രിയും മുനിസിപ്പൽ ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും എല്ലാവരും കൂടി ഒരുമിച്ചാണ് ഇത് നമുക്ക് സമർപ്പിച്ചിട്ടുള്ളത്. ഇതിനെ സംരക്ഷിക്കേണ്ടത്, ഈ വിശ്രമ മന്ദിരത്തെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. നമുക്ക് ആവശ്യമുള്ള ഓരോ സൗകര്യങ്ങളും നമ്മൾ നമ്മളുടെ കൗൺസിലർമാരോടും നമ്മുടെ ബന്ധപ്പെട്ട അധികാരികളോടും ഉദ്യോഗസ്ഥന്മാരോടും ആവശ്യപ്പെടുമ്പോഴാണ് നമുക്ക് ആവശ്യമുള്ള ഓരോ സംഗതികളും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇത് നിർമ്മിച്ചു, അതിന്റെ പണി പൂർത്തിയായി, അത് ഒരു കരാറുകാരനെ ഏൽപ്പിച്ച് അത് ജനങ്ങൾക്ക് തുറന്നു കൊടുത്ത് അവിടെ ഒരു കച്ചവടം തുടങ്ങി അതിൽ നിന്നുള്ള വരുമാനം വരുമ്പോഴാണ് മുനിസിപ്പാലിറ്റിക്ക് അതിൽ നിന്നുള്ളൊരു വരുമാനം വരികയും ജനങ്ങൾക്ക് അത് ഉപകരിക്കുകയും ചെയ്യാം. അങ്ങനെയുള്ള ഓരോ നിർമ്മിതികളും നിർമ്മിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിക്കുകയും ദീർഘകാലത്തുള്ള ചിന്തയോട് കൂടിയിട്ടും വേണം നമ്മൾ ഓരോ കാര്യങ്ങളും നിർമ്മിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കേണ്ടത്. ഇങ്ങനെ ഓരോ സംരംഭങ്ങളും നമ്മുടെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ നമ്മൾ അതിൻ്റെതായ ആളുകളെ സംസാരിച്ച് അതിനെ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ 100% ഉപയോഗിക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഓരോ നല്ല നല്ല പ്രവർത്തനങ്ങളും നമ്മളുടെ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നും നമ്മുടെ അധികാരികളുടെ ഭാഗത്തു നിന്നുള്ളൂ, റോഡ് വികസനമായാലും ഇതുപോലെയുള്ള ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഓരോ നിർമ്മിതികളും നമുക്ക് അഭിമാനമാണ്. എന്തുകൊണ്ടാണ് ഇത് യഥാർത്ഥ രൂപത്തിൽ പ്രവർത്തിക്കാത്തത് എന്നുള്ളത് നമുക്ക് നമ്മുടെ കൗൺസിലറോട് ഒന്ന് ചോദിച്ചു നോക്കാം. ഹലോ സലാമാഷല്ലേ? സലാമാഷ, നമ്മളെ റെയിൽവേ സ്റ്റേഷന്റെ അടുത്തുള്ള ടേക്ക് എ ബ്രേക്ക് എന്ന് പറഞ്ഞത് അതിപ്പോഴും തുറന്ന് പ്രവർത്തിച്ചിട്ടില്ല. എന്താ കാരണം ശരിക്കും? അത് നമ്മൾ ടെൻഡർ ചെയ്തിട്ട് ആരും എടുക്കാത്ത വിഷയമാണ് അതിന്റെ ഉള്ളത്.
അതെ. അപ്പൊ എന്തുകൊണ്ടാണ് എടുക്കാത്തത്? അത് എടുക്കാത്തൊക്കെ അവർക്ക് ഈ റേറ്റ് സർക്കാർ നിശ്ചയിച്ച റേറ്റ് ഇതും കൂടെ അവർക്ക് മുതലാവാത്തോണ്ടാണെന്നാണ് തോന്നുന്നത്. ഓക്കെ. സർക്കാർ അപ്പൊ അതിന് വഴി കുറഞ്ഞ റേറ്റിൽ വന്നിട്ട് ഒന്ന് കൗൺസിൽ അംഗീകരിച്ചിട്ട് ഈ ഒരു ടീമിനെ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഈ ഇലക്ഷൻ ടൈം ആയതുകൊണ്ടേ ഇലക്ഷൻ ഡിക്ലറേഷൻ വന്നുകൊണ്ട് ഇതിനെ കൊടുക്കാൻ പറ്റാതെ അപ്പൊ പുതിയ ടീമിൽ സെൻസിറ്റീവ് അവര് വിറ്റുകളെ അവർക്ക് കൊടുക്കും പുതിയ ടീമേ. ഓക്കെ. അതിപ്പോ നമുക്ക് ഏകദേശം 2021, 22 അല്ലേ? 22 ആ സാമ്പത്തിക വർഷം കഴിഞ്ഞതല്ലേ? അതെ അതെ. അപ്പൊ 3, 4 2 കൊല്ലം കഴിഞ്ഞു അല്ലേ? 1.5 കൊല്ലം ഇപ്രാവശ്യം 2 കൊല്ലാകുമ്പോൾ അടുത്ത ആഗസ്റ്റ് 2 കൊല്ലാവും. 2 കൊല്ലാവും അല്ലേ? ഓക്കെ. കാരണം അത് നമുക്ക് ഏറ്റവും നല്ല ഉപകാരപ്രദമായിട്ടുള്ള സ്ഥലമാണ്. അതെ, അതാണ് നമ്മൾ ഉദ്ദേശിച്ചാൽ നമ്മൾ പെട്ടെന്ന് പണിയൊക്കെ തീർത്ത് ഈ രീതിയിലായിപ്പോയി ആരോ വർക്ക് ഈ എമൗണ്ട് വെച്ചാൽ ഈ PWD നിശ്ചയിച്ച റേറ്റ് ഉണ്ടല്ലോ, ആ റേറ്റ് വലിയ റേറ്റ് ആണ്. അപ്പൊ അതനുസരിച്ച് ഇപ്പൊ ആർക്കും മുതലാവൂല. അപ്പൊ ആ റേറ്റിലേക്ക് എത്താകുമ്പോൾ നമ്മൾ 2 പ്രാവശ്യം ടെൻഡർ ചെയ്തിട്ട് ആ റേറ്റ് ആവാത്തതുകൊണ്ട് തന്നെ ടെൻഡർ നമുക്ക് അംഗീകരിക്കാൻ പറ്റാതായി. പിന്നീട് അതിന്റെ കുറഞ്ഞ റേറ്റിൽ ഒരാൾക്ക് കൊടുത്തു പിന്നെ മൂപ്പരിച്ചിട്ട് ഒഴിവായി മുതലാകാനായിട്ട് ഒഴിവായി. എന്നിട്ട് പിന്നെ നമ്മൾ അതിന് കുറഞ്ഞ റേറ്റിൽ എടുത്തിട്ട് ആണ് 10 ദിവസം കൗൺസിൽ അംഗീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ ആ കക്ഷിനെ വന്നിട്ട് കക്ഷി എഗ്രിമെന്റ് വെക്കണം. ബാക്കി നിൽക്കുന്നത് ഇപ്പൊ ഈ ഇലക്ഷന്റെ ഈ ഇതുള്ളതുകൊണ്ടേ തടസ്സമാണെന്ന് തോന്നുന്നു. ഓക്കെ. അപ്പൊ നമുക്ക് അത്രയും ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ എന്തായാലും നമുക്ക് അധികം നീണ്ടുപോകാതെ അത് ഓപ്പൺ ആവുമെന്ന് പ്രതീക്ഷിക്കാം. മാത്രമല്ല നമുക്ക് അത് ഒരിക്കൽ മാത്രമല്ല അവിടെ വെളിച്ചം വെച്ചാലൊക്കെ ആ ഏരിയ തന്നെ വൃത്തിയാവേ. അതെ 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 അതെ. അപ്പൊ അവിടെ ഈ സാമൂഹ്യ ദ്രോഹികൾ വിഷയത്തെ ഒഴിവായി കിട്ടും. അതായത് ആളുമാളൊക്കെ ആയി കഴിഞ്ഞാല് അവിടുത്തെ ആ ചെടികളൊക്കെ തോട്ടമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ സംരക്ഷിക്കുന്ന ഇരിക്കുന്നവരെ ബാധ്യതയിൽ വരും. അപ്പൊ അതൊക്കെ ശരിക്കും സംരക്ഷിക്കപ്പെട്ടു പോയി. നമ്മൾ ഉദ്ദേശം അതൊക്കെ ആയിരുന്നു. അതെ. പിന്നെ അതോടൊപ്പം തന്നെ ആ ബങ്കുകൾ അങ്ങനെ കിടക്കണ്ടല്ലോ, ആ ബങ്കുകൾ ഇനി എന്തായാലും പ്രവർത്തിക്കാൻ പറ്റില്ല മതിൽ വലുതായതുകൊണ്ട്. അതെ 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 അതെ. അപ്പോ എന്തായാലും ഞങ്ങള് മാറുന്ന മലയാളി എന്ന് പറഞ്ഞ ചാനലിൽ നിന്നാണ് വിളിക്കുന്നത്. അപ്പോ എന്തായാലും നമുക്ക് തൊട്ടടുത്ത ദിവസം തന്നെ അത് വരും എന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും നിങ്ങളെ വോയിസ് നമ്മള് ജനങ്ങളെ കേൾപ്പിക്കുന്നുണ്ട്. ഓക്കെ. പെട്ടെന്ന് തുറക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് നടത്തുക. അതിനുള്ള തീവ്ര ശ്രമത്തിലാണ്. ഓക്കെ. താങ്ക് യു. താങ്ക് യു. നമ്മുടെ മുനിസിപ്പാലിറ്റി ഭരണകൂടവും നമ്മുടെ കൗൺസിലറും എല്ലാവരും ചേർന്നാൽ തന്നെ മനോഹരമായിട്ട് നമുക്ക് പൊതുജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ രൂപത്തിൽ ഇത് പ്രവർത്തിക്കാൻ സാധിക്കും. അതോടൊപ്പം ഏറ്റെടുക്കുന്ന അയാൾക്കും അയാളുടെ കുടുംബത്തിനും കുറച്ച് ആളുകൾക്ക് ജോലി കൊടുക്കാനും സാധിക്കുന്ന ഈ സംരംഭം തിരൂരിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പൈതൃകം, തിരൂരിന്റെ ഏറ്റവും നല്ല കണ്ണായിട്ടുള്ള സ്ഥലത്ത് ഇത് ഉയർന്നു വന്ന് ജനങ്ങൾക്ക് ഉപകാരപ്രദമാവട്ടെ എന്ന് പറയുന്നു. ഓക്കെ.